സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ടതും വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിയതും ചിലർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല. അതിന് ബിന്ദു കൃഷിയെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുക. ആര്? ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അവർ വിമർശിക്കാനൊന്നും പോകുന്നില്ല. ഇടതുപക്ഷക്കാരും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാരണം വെച്ചാൽ അവർക്കറിയാം, നേതാക്കന്മാരാകുമ്പോൾ സമുദായ നേതാക്കന്മാരെ അടുത്ത് പോണ്ടേരൂ. അത് ജി സുകുമാരൻ നായർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്തീയ പുരോഹിതന്മാരായിക്കോട്ടെ, അവരുടെ പോണ്ടേരും അവർക്കറിയാം. അതുകൊണ്ട് അവർ കൂടുതൽ അങ്ങ് ഇതാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. പിന്നെ അതിലേക്ക് വിഷമം മുസ്ലിം ലീഗുകാർക്ക്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അതിരൂക്ഷമായ ഭാഷയിലാണ് ബിന്ദു കൃഷ്ണയെ ഉപമിച്ച് പല രൂപത്തിലും ട്രോളുന്നതും പറയുന്നതും എഴുതുന്നതും. അതിന് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. എന്നാൽ ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പൂക്കി മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട സതീശൻ സാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹാരാർപ്പണം നടത്തുന്നത് അവർ കണ്ടിട്ടുമില്ല. അതൊന്നും അങ്ങനെയായി പോയിനി. തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ മാത്രമല്ലല്ലോ, ആ ഒരു പദവി മാത്രമല്ലല്ലോ അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം NDA മുന്നണിയിലെ ഒരു പ്രബലമായ ഘടകകക്ഷിന്റെ നേതാവല്ലേ. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യുന്നത്, ആഹാരാർപ്പണം നടത്തുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? വിമർശിക്കുമ്പോൾ അതും വിമർശിക്കണല്ലോ. ഒരു NDA മുന്നണിയിൽ ഘടകകക്ഷിയാണല്ലോ. അതെന്തേ നിങ്ങൾ വിമർശിക്കാത്തത്? അതെന്തേ നിങ്ങൾ കാണാതെയായി പോയത്? അതെന്തുകൊണ്ടാണ്? ഇത് തന്നെയാന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് NDA മുന്നണിയിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഇത് പൂക്കി മുഖ്യമന്ത്രിക്ക് മാലയിട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനിയിപ്പോ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ അടുത്തേക്ക് ആരെല്ലാം പോണോ ആരെല്ലാം പോണ്ട എന്ന് ഒരു വിഭാഗം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമാണ്. അവർക്കറിഞ്ഞൂടെ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പരസ്പരം ഉള്ള എല്ലാ നേതാക്കന്മാരും, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, എല്ലാവരും മതനേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിന്റെ ഈഴവരുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്തിനാണ് നിങ്ങൾ ഇത്ര ബേജാറാകുന്നു? അതാണെന്നറിയണ്ടേ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുക, അദ്ദേഹത്തെ വിമർശിക്കാം. അദ്ദേഹം എന്തെങ്കിലും മോശമായ രീതിയിൽ നിങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അതിന് കൃത്യമായ മറുപടി നിങ്ങൾ നേതാക്കന്മാരുടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക, ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയതിൽ നിങ്ങളെന്തിനാ ഇത്ര ബേജാറാകുന്നു? അത് പോകണോ? കാരണം വെച്ചാൽ കേരളത്തിന്റെ സ്ഥിതി അതാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പരസ്പരം നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുന്നവരാണ്, അനുഗ്രഹം വായിക്കുന്നവരാണ്. അതിൽ നിങ്ങളിങ്ങനെ ബേജാറായിട്ട് കാര്യമില്ല. ഏതായാലും ബിന്ദു കൃഷ്ണ പോയത് നല്ല കാര്യം തന്നെയാണ്. മറ്റു നേതാക്കന്മാരും UDF മറ്റു മന്ത്രിമാരും അദ്ദേഹത്തിനടുത്ത് പോകും, അദ്ദേഹത്തിനോട് അനുഗ്രഹം വാങ്ങും, എല്ലാം ചെയ്യൂ. അത് ചെയ്യേണ്ടതാണ്. ഇവർ കരുതുന്നാൽ ഇവരെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ മലപ്പുറത്തേക്ക് പോയിട്ട് അവരെ കാവലിൽ കുമ്പിട്ടിട്ട് എന്ത് ചെയ്യാ വീഴുക, മറ്റുള്ളവരുടെ ആരുടെ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള നയ സമീപനം നമ്മളെ കേരളത്തിൽ അതെന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രയോഗിക്കരുത് എന്നേ നിങ്ങളോട് പറയാനുള്ളൂ.